ഇനിയും ചോദിക്കേ, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? ഹായ്, വെൽക്കം ടു നോർഡിക്. നമസ്കാരം. പോളണ്ട് എൻ്റെ കുടുംബസ്വത്തല്ല, പക്ഷെ പോളണ്ടിനെ കുടുംബസ്വത്താക്കി വെച്ചിരുന്ന 3 രാജ്യങ്ങളുണ്ട്: ഓസ്ട്രിയ, ജർമ്മനി, റഷ്യ. 123 വർഷക്കാലം ഈ രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന പോളണ്ട് യൂറോപ്പിൻ്റെ മാപ്പിൽ വിസിബിൾ ആയിരുന്നില്ല. അതിനുശേഷം 1918 റിപ്പബ്ലിക് ഓഫ് പോളണ്ട് എന്ന പേരിൽ യൂറോപ്യൻ മാപ്പുകളിൽ വീണ്ടും പോളണ്ട് സ്ഥാനം പിടിക്കുന്നത്. ഈ അടുത്ത് പ്രൊജക്റ്റിൻ്റെ ഒരു കാര്യത്തിനായിട്ട് പോളണ്ടിലെ കറ്റോവിസ് എന്ന് പറഞ്ഞ സിറ്റിയിൽ എനിക്ക് പോവേണ്ടി വന്നു. സ്റ്റോക്ക്ഹോം അർലാൻഡ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് 2 ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കറ്റോവിസിലെത്തുന്നത്. സ്വീഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ് പോളണ്ട്. അതുകൊണ്ട് തന്നെ പോളണ്ടിലെ ഒരു ലൈഫ് എങ്ങനെയാണെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് പോളണ്ടിൽ കിട്ടിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോരുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഞാൻ ചുമ്മാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി സ്ട്രീറ്റ്സിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു. ഒരുപാട് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം മനുഷ്യരും നല്ല രീതിക്ക് കുറേ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ള നല്ലൊരു സ്ട്രീറ്റിലാണ് ഞാൻ ചെന്ന് വിട്ടത്. ആ സ്ട്രീറ്റിനൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ സ്ട്രീറ്റിന് അറ്റത്തുണ്ടായിരുന്നൊരു മാളായിരുന്നു. ഞാൻ ചുമ്മാ അതിനകത്ത് കയറി 3-4 ഫ്ലോറൊക്കെയുള്ള ആ മാളിൽ ഒരു ബബിൾ ടീ ഷോപ്പ് എന്നെ വളരെയധികം ആകർഷിച്ചു. കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന ആ ബബിൾ ടീ ഷോപ്പിനകത്ത് നിന്ന് ഒരു ബബിൾ ടീയും വാങ്ങിച്ച് കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ എന്താണ് അവിടെ ഫുഡ് ഉള്ളത്, ഞാനപ്പോൾ കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു വെച്ചിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാൻ അവരുടെ ബീഫ് റുളാഡ് എന്ന് പറയുന്ന ഒരു ഡിഷ് കഴിച്ചു. ബീഫ് ഒരു റോള് പോലെയും പിന്നെ കുറച്ച് ഡംപ്ലിങ്സും ഒരു സോസും ഒക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റിയായ ഫുഡായിരുന്നു ബീഫ് റുളാഡ്. പിന്നെ അവരുടെ ഒരു ഫിഷിൻ്റെ ഡിഷും കഴിച്ചു. തിരിച്ച് താഴെ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു റെയിൽവേ സിമ്പൽ എന്നോണം ഒരു വെൽക്കം ബോർഡ് അവിടെ കണ്ടു. ഇതെന്താണെന്ന് നോക്കി ഞാൻ പുറകെ പോയതാണ്. അപ്പോൾ അവിടെ കാണാൻ സാധിച്ചത് ആ സിറ്റിയുടെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഈ മാളിൻ്റെ ഉള്ളിലാണെന്നാണ്. പല ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്നു, പല ആൾക്കാർ ജോലി കഴിഞ്ഞ് അവരവരുടെ സിറ്റിയിലേക്ക് പോകാനൊക്കെ ആയിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പലയിടം ഷോപ്സ്, ഐസ്ക്രീം ഷോപ്സ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തോട്ടേക്ക് ഇറങ്ങി. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കാം എന്ന വിധത്തിൽ പുറത്തിറങ്ങി നടന്നു. അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് അവിടെ ഒരു പയ്യൻ ഗിത്താർ വെച്ചിട്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പാടിയതൊക്കെ കേട്ട് പതുക്കെ തിരിച്ച് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് നടന്നു. കാരണം അടുത്ത ദിവസം നേരത്തെ എണീക്കണം, ചെറിയ കുറച്ച് മീറ്റിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് പിടിക്കണം, തിരിച്ച് സ്വീഡനിലെത്തണമല്ലോ. പറഞ്ഞതുപോലെ തന്നെ അടുത്ത ദിവസം ഒരു ടാക്സിയും പിടിച്ച് എയർപോർട്ടിലേക്ക് പോയി. വന്നതുപോലെ 2 ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് അർലാൻഡ എത്തുകയും ചെയ്തു. പോളണ്ട് എനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും സാരമില്ല, കണ്ടിടത്തോളം വളരെ മനോഹരമായിരുന്നു. ഇനി ഒരിക്കൽ കൂടി അവസരം കിട്ടിയാൽ പോളണ്ടിനെ കുറിച്ച് കൂടുതലധികം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോ. താങ്ക് യു. ബൈ ബൈ.